ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നത്തിനാണ് തുടക്കം കുറിക്കുന്നത്. നമ്മുടെ സ്വന്തം വീട്. ഒരു വീടുണ്ടാക്കുന്നു എന്നത് ഒറ്റപ്പെട്ട ഒരു കെട്ടിടം പണിയുകയാണ് എന്നതല്ലേ. അത് ഓർമ്മകളുടെ ഉറവിടമാണ്. ഓരോ ഇഷ്ടങ്ങളും കണക്കുകളും കാത്തിരിപ്പുകളും ചേരുന്ന സ്വപ്നമാണ്. വീടിന് തുടക്കം കുറിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായം കൂടി ആരംഭിക്കുകയാണല്ലേ. ഈ മണ്ണ്, ഈ ശബ്ദങ്ങൾ, ഇതെല്ലാം എൻ്റെ മനസ്സിലേറെ സന്തോഷം ഉറ്റുനോക്കുന്ന ഒരവസ്ഥ കൂടിയായി. ഇതൊരു വൺ ഡേ പ്രോജക്റ്റ് അല്ല, വല്ലാത്ത കാത്തിരുന്നൊരു കർമ്മപദമാണ്. വീട് പണിയുന്ന ഒരു യാത്രയാണ്. ഇന്ന് ഈ ചെറിയ വീഡിയോയിലൂടെ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ പുതിയ വീട് അത് ഒരിക്കലൊരു സ്വപ്നമായിരുന്നു. ഇന്ന് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു വീട് പണിയുക എന്നത് പച്ചമണ്ണിലേക്കുള്ള ഒരു സ്വപ്നയാത്രയാണ്. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും എത്ര റെന്റിന് താമസിച്ചാലും നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. ഒത്തിരി ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. ഇതിനായിട്ട് നമ്മളും ഒരുപാട് നാൾ കാത്തിരുന്നതാണ്. അങ്ങനെ കാത്തിരുന്ന് നമ്മൾ കഴിഞ്ഞ മിഥുന മാസത്തിൽ നല്ലൊരു ദിവസം നോക്കിയാണ് കുറ്റി വെച്ചത്. ഇത് നമ്മുടെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു നമ്മൾ കല്ലിടാൻ വേണ്ടിയിട്ടുള്ള കല്ലൊക്കെ പൂജിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് വന്നതിന് ശേഷം ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കാൻ പോവുകയാണ്. അവിടെ പോയി ഗണപതിക്ക് തേങ്ങയൊക്കെ ഉടച്ചു. നല്ലൊരു ദിവസമായിരുന്നു. രാവിലെ ആയിരുന്നു നമുക്ക് കുറ്റി വയ്ക്കേണ്ട സമയം, 6:30-ക്കായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ 6:30 ആയപ്പോൾ കന്നിമൂലയിൽ കുറ്റിയൊക്കെ വെച്ചു. അതിനുശേഷം അന്ന് തന്നെ ഉച്ചയ്ക്കായിരുന്നു നമുക്ക് കല്ലിടുന്നത്. അതും നമ്മൾ രണ്ടും കൂടി ഒരു ദിവസം തന്നെയാണ് വെച്ചത്. അപ്പോൾ രാവിലെ കുറ്റി വെച്ചതിന് ശേഷം നൂലൊക്കെ വലിച്ച് അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൂലൊക്കെ വലിച്ച് വന്നതിന് ശേഷം നമുക്ക് പിന്നെ അവിടെ കുഴിയൊക്കെ എടുത്തിട്ടാണ് ഉച്ചയ്ക്ക് നമ്മൾ കല്ലിട്ടത്. ഇത് വെക്കുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്ത്, അതായത് എങ്ങനെ വേണം നമുക്ക് വീടിൻ്റെ പുറമേ നിന്ന് എങ്ങനെ വേണം, റൂമിനകത്ത് എന്തൊക്കെ വേണം, കിച്ചൺ എങ്ങനെ വേണം, അങ്ങനെ ഒത്തിരി ഇപ്പോഴും നോക്കി എന്തെങ്കിലും ഒരു മോഡൽ കണ്ടെടുത്ത് സേവ് ചെയ്ത് വെച്ച് പിൻട്രസ്റ്റിന് ഞാൻ ഒരു സമാധാനം കൊടുക്കാതെ നോക്കിയിട്ടുണ്ട്. അത്രയും ഒരുപാട് ഐഡിയാസ് അതിനകത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏതൊക്കെ നമുക്ക് പണിത് വരുമ്പോഴത്തേക്കിനെ വെക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അറിയത്തില്ല. എങ്ങനെയായാലും നമ്മളിതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് പതുക്കെ പണിത് വരുമ്പോഴാണ് ഓരോരോ സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാം. ഇന്നിപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പില്ലർ വാർത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ടുള്ള കുഴികളൊക്കെ നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ പില്ലർ വാർത്ത് ഏകദേശം റോഡൊപ്പം ലെവലാക്കും. അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്കായിരുന്നു നമ്മുടെ കല്ല് വെപ്പെന്ന് പറഞ്ഞിട്ടുണ്ട്, കല്ലിടുന്ന ചടങ്ങ്. ഈ കല്ല് നമുക്ക് ഇങ്ങനത്തെ കല്ല് മേടിക്കാൻ കിട്ടുമേ. അതായത് കല്ലിടൽ ചടങ്ങിനായിട്ടുള്ള കല്ല് മേടിക്കാൻ കിട്ടും. അതിനകത്ത് നമ്മൾ ധാന്യങ്ങളും സ്വർണവും അതേപോലെ തന്നെ വെള്ളി നാണയങ്ങളൊക്കെ വെച്ചിട്ട് പൂജിച്ച് കൊണ്ടുവന്നതാണ്. ഇതിനി നമ്മൾ മേസ്ത്രിയുടെ കൈ കൊടുത്തിട്ട് കല്ലതിനകത്തേക്ക് ഇട്ട് ചാന്തൊക്കെ ഇട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരെ പോലെ തന്നെ നമ്മളും ഒരുപാട് ആഗ്രഹിച്ച് ഒരു വീട് വെക്കാന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള സോഴ്സസൊക്കെ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ നമ്മൾ ഇത് ഹൗസിംഗ് ലോൺ എടുത്തിട്ടാണ് നമ്മളും ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓൺ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് പണി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ലോൺ എടുക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്നാണ്. ബാക്കിയുള്ള ബാങ്കുകൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവർ അത്യാവശ്യം നല്ല സപ്പോർട്ടീവായിരുന്നു. അവിടുത്തെ മാനേജറൊക്കെ ആയാലും നല്ല സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.